ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് വിശ്വാസികൾ സാധാരണയായി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന ധാർമ്മിക വിശദീകരണത്തെക്കുറിച്ചാണ്. അത് സാധാരണയായി വിളിക്കുന്നത് പോസിറ്റീവ് ലോസ് എന്നും ആബ്സല്യൂട്ട് മോറൽസ് എന്നും. രണ്ട് തരത്തിലുള്ള നിയമങ്ങളുടെ ആശയമാണ്. ആദ്യം തന്നെ ഈ ആശയം അക്കാദമിക് തലത്തിൽ എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഈ വാദം പറയുന്നത് ഇതാണ്: ദൈവത്തിന്റെ സ്വഭാവം ശാശ്വതമാണ്, മാറാത്തതാണ്. ദൈവത്തിന്റെ സ്നേഹം, നീതി, കാരുണ്യം, നന്മ ഇവ ഒരിക്കലും മാറുന്നില്ല. ഇവയാണ് ആബ്സല്യൂട്ട് മോറൽസ് എന്ന് വിളിക്കപ്പെടുന്നത്. അതേസമയം ദൈവം മനുഷ്യർക്കു നൽകുന്ന ചില നിയമങ്ങൾ ഒരു പ്രത്യേക കാലത്തിനോ ഒരു പ്രത്യേക സമൂഹത്തിനോ ഒരു പ്രത്യേക സാഹചര്യത്തിനോ വേണ്ടി മാത്രമായിരിക്കും. ഇവയാണ് പോസിറ്റീവ് ലോസ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇവ മാറാം, റദ്ദാക്കപ്പെടാം, പുതിയ നിയമങ്ങൾ കൊണ്ടുവരാം. ഇതിന്റെ അർത്ഥം നിയമങ്ങൾ മാറിയാലും ദൈവത്തിന്റെ ധാർമ്മിക സ്വഭാവം മാറുന്നില്ല എന്നാണ് ഈ വാദം. അതിനാൽ ചരിത്രത്തിൽ നമുക്ക് കാണുന്ന നിയമമാറ്റങ്ങൾ ദൈവത്തിന്റെ നീതി മാറിയതിന്റെ തെളിവല്ല, മനുഷ്യരുടെ സാഹചര്യങ്ങൾ മാറിയതിന്റെ ഫലമാണ് എന്നാണ് ഈ ആശയം പറയുന്നത്. അക്കാദമിക് ഭാഷയിൽ പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ സ്വഭാവം സ്ഥിരമാണെന്ന് സംരക്ഷിക്കാനുള്ള ഒരു തത്വശാസ്ത്രപരമായ ശ്രമമാണ്. ഇപ്പോൾ ഈ വാദം അക്കാദമിക് ലോകത്ത് എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്ന് നോക്കാം. ആദ്യത്തെ പ്രധാന അക്കാദമിക് പ്രശ്നം ഇവിടെ ഒരു വ്യക്തമായ അതിർത്തിയില്ല എന്നതാണ്. എന്താണ് ആബ്സല്യൂട്ട് മോറൽ എന്നും എന്താണ് പോസിറ്റീവ് ലോ എന്നും ആരാണ് തീരുമാനിക്കുന്നത്? ചരിത്രപരമായി നോക്കിയാൽ ഒരു കാലത്ത് ധാർമ്മികമായി ശരിയെന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് തെറ്റായി വിലയിരുത്തപ്പെടുന്നു. അവയെ പിന്നീടു അത് ആബ്സല്യൂട്ട് മോറൽ അല്ല, ടെമ്പററി ലോ ആയിരുന്നു എന്ന് പുനർവ്യാഖ്യാനം ചെയ്യുന്നത് അക്കാദമിക് രീതിയിൽ പ്രശ്നകരമാണ്. കാരണം ഇത് സംഭവിച്ചതിന് ശേഷം വ്യാഖ്യാനം മാറ്റുന്ന സമീപനമായി തോന്നും. രണ്ടാമത്തെ അക്കാദമിക് പ്രശ്നം മതഗ്രന്ഥങ്ങളിലെ ഉദാഹരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ബൈബിൾ പോലുള്ള ഗ്രന്ഥങ്ങളിൽ മാറുന്നത് ആചാരനിയമങ്ങൾ മാത്രമല്ല, മനുഷ്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ധാർമ്മിക നിർദ്ദേശങ്ങളും മാറുന്നുവെന്ന് അക്കാദമിക് പഠനങ്ങൾ കാണിക്കുന്നു. അടിമത്തം, കർശന ശിക്ഷകൾ, കൂട്ടക്കൊലകൾ, സ്ത്രീകളുടെ സ്ഥാനം ഇവയെല്ലാം ഒരു കാലത്ത് ധാർമ്മികമായി ന്യായീകരിക്കപ്പെട്ടതാണ്. ഇവയെ പോസിറ്റീവ് ലോസ് എന്ന് മാത്രം വിളിച്ചു ഒഴിവാക്കാൻ അക്കാദമിക്കായി സാധ്യമല്ല. കാരണം ഇവ മനുഷ്യർക്കുള്ള നേരിട്ടുള്ള ധാർമ്മിക നിർദ്ദേശങ്ങളായിരുന്നു. മൂന്നാമത്തെ പ്രധാന അക്കാദമിക് പ്രശ്നം പ്രശസ്തമായ ഒരു തത്വശാസ്ത്ര ചോദ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കാര്യം നല്ലത് ദൈവം പറഞ്ഞതുകൊണ്ടാണോ, അല്ലെങ്കിൽ അത് നല്ലതായതിനാൽ ദൈവം പറയുന്നു, ദൈവം പറഞ്ഞതുകൊണ്ടാണ് നല്ലത് എങ്കിൽ ധാർമ്മികത ദൈവത്തിന്റെ ഇച്ഛയിൽ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അത് മാറ്റാവുന്നതായിരിക്കും. അത് നല്ലതായതിനാൽ ദൈവം പറയുന്നുവെങ്കിൽ ധാർമ്മികത ദൈവത്തിന് പുറത്താണ് നിലനിൽക്കുന്നത്. അപ്പോൾ ദൈവം ധാർമ്മികതയുടെ ഉറവിടമല്ല. പോസിറ്റീവ് ലോസ് പ്ലസ് ആബ്സല്യൂട്ട് മോറൽസ് എന്ന വാദം ഈ പ്രശ്നത്തിന് അക്കാദമിക് തലത്തിൽ തീർച്ചയായ മറുപടി നൽകുന്നില്ല. ഇപ്പോൾ ചോദ്യം വരും: അക്കാദമിക് ലോകത്ത് ഇതിനേക്കാൾ ശക്തമായ വിശദീകരണമുണ്ടോ? ഉണ്ട്. ഇന്ന് അക്കാദമിക് തത്വശാസ്ത്രത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന നിലപാട് മനുഷ്യ ധാർമ്മികത ഒരു ചരിത്രപരമായ സാമൂഹിക വികാസമാണെന്നതാണ്. ഈ നിലപാട് പറയുന്നത് ഇതാണ്: മനുഷ്യ സമൂഹങ്ങൾ വളരുമ്പോൾ അവയുടെ ധാർമ്മിക ബോധവും വളരുന്നു. പഴയകാലത്ത് സാധാരണമായി അംഗീകരിച്ച കാര്യങ്ങൾ പിന്നീട് തെറ്റായി തിരിച്ചറിയപ്പെടുന്നു. ഇത് ദൈവത്തിന്റെ സ്വഭാവം മാറിയതുകൊണ്ടല്ല, മനുഷ്യരുടെ ധാർമ്മിക ബോധം ചരിത്രപരമായി വികസിച്ചതുകൊണ്ടാണ്. ഈ വിശദീകരണം ചരിത്രം, സമൂഹശാസ്ത്രം, മനഃശാസ്ത്രം എന്നിവയുമായി കൂടുതൽ പൊരുത്തപ്പെടുന്നു. അധിക അനുമാനങ്ങൾ ആവശ്യമില്ല, മറഞ്ഞ ദൈവിക പദ്ധതികൾ കണക്കാക്കേണ്ടതുമില്ല. അതുകൊണ്ടാണ് അക്കാദമിക് ലോകത്ത് പോസിറ്റീവ് ലോസ് പ്ലസ് ആബ്സല്യൂട്ട് മോറൽസ് എന്ന വാദം ഒരു മതപര വിശദീകരണമായി അംഗീകരിക്കപ്പെടുന്നത്. പക്ഷേ ഏറ്റവും ശക്തമായ അന്തിമ ധാർമ്മിക സിദ്ധാന്തമായി കണക്കാക്കപ്പെടാത്തത്. ഇതിന്റെ അർത്ഥം വിശ്വാസം തെറ്റാണെന്നല്ല, പക്ഷേ വിശ്വാസപരമായ വിശദീകരണം അക്കാദമിക് വിശദീകരണമാകണമെന്നില്ല എന്നതാണ്. അവസാനം ഇത്ര മാത്രം പറയാം: പോസിറ്റീവ് ലോസ് പ്ലസ് ആബ്സല്യൂട്ട് മോറൽസ് എന്ന വാദം ബുദ്ധിപരമായ ഒരു ശ്രമമാണ്. പക്ഷേ അക്കാദമിക് ലോകത്ത് അത് പ്രശ്നരഹിതമോ ഏറ്റവും ശക്തമോ ആയ വിശദീകരണമല്ല. ധാർമ്മികതയെ മനസ്സിലാക്കാൻ മനുഷ്യരുടെ ചരിത്രവും സാമൂഹിക വളർച്ചയും ഗൗരവമായി പരിഗണിക്കുന്ന വിശദീകരണങ്ങളാണ് ഇന്ന് കൂടുതൽ ശക്തമായി നിലനിൽക്കുന്നത്. ചിന്തകൾ തുടരാം, ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെയാണ് അറിവ് മുന്നോട്ട് പോകുന്നത്. നന്ദി കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.